നിർമ്മിത ബുദ്ധിയിൽ ഇന്ത്യ ഒരു പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കമ്പ്യൂട്ടിംഗ് പവർ, GPU ഗവേഷണം എന്നിവയിൽ എല്ലാവർക്കും പ്രാപ്യമായതും താങ്ങാനാവുന്നതുമായ ഒരു AI ആവാസ വ്യവസ്ഥയെ സൃഷ്ടിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. AI സാങ്കേതികവിദ്യ ചുരുക്കം ചിലരിൽ ഒതുങ്ങുന്നതും വലിയ ടെക് കമ്പനികളും ആഗോള ഭീമന്മാരും ആധിപത്യം സ്ഥാപിക്കുന്നതുമായ പ്രവണതയെ മറികടക്കുന്നതാണ് ഇന്ത്യയുടെ നയം. നൂതനമായ നയങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ലോകോത്തര AI അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രാപ്തരാക്കുന്നു. ഇന്ത്യ AI ദൌത്യം, AIക്കായി മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. ഈ രംഗത്തെ ഇന്ത്യയുടെ നേതൃത്വത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു പാരീസിൽ നടന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം. നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയെയും സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷയെയും സമൂഹത്തെയും പോലും AI ഇതിനകം തന്നെ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നൂറ്റാണ്ടിൽ മനുഷ്യരാശിക്കുള്ള കോഡ് AI എഴുതുകയാണ്. എന്നാൽ മനുഷ്യ ചരിത്രത്തിലെ മറ്റ് സാങ്കേതിക നാഴികക്കല്ലുകളിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ്. AI അഭൂതപൂർവമായ തോതിലും വേഗതയിലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പങ്കിട്ട മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, അപകട സാധ്യതകൾ പരിഹരിക്കുന്ന, വിശ്വാസം വളർത്തിയെടുക്കുന്ന നിർമ്മിത ബുദ്ധി മേഖലയിൽ ഭരണവും മാനദണ്ഡങ്ങളും സ്ഥാപിക്കുന്നതിന് കൂട്ടായ ആഗോള ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ നടന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ പറഞ്ഞു. AI is already reshaping our polity, our economy, our security, and even our society. AI is writing the code for humanity. AI is writing the code for humanity in this century. But it is very different from other technology milestones in human history. AI is developing at an unprecedented scale and speed, and being adapted and deployed even faster. There is also a deep interdependence across borders. Therefore, there is a need for collective global efforts to establish governance and standards that uphold our shared values, address risks, and build trust. നിർമ്മിത ബുദ്ധി മേഖലയിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ AI മിഷൻ ഇതിനൊരു ഉദാഹരണമാണ്. 10,300 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. ഉയർന്ന നിലവാരത്തിലുള്ള പൊതു കമ്പ്യൂട്ടിംഗ് സൗകര്യത്തിന്റെ പിന്തുണയോടെ പ്രാദേശിക ഭാഷകൾ ഉപയോഗിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് തദ്ദേശീയമായ AI പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് ഇന്ത്യ AI ദൌത്യം അടുക്കുകയാണ്. ഇന്ത്യ AI മിഷൻ ആരംഭിച്ച് 10 മാസത്തിനുള്ളിൽ AI വികസനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സഹായിക്കുന്നതിനായി 18,693 ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റുകൾ എംപാനൽ ചെയ്യാൻ ഇതിനകം രാജ്യത്തിനായി. ശേഷിക്കുന്ന 8,693 GPUകൾ ഉടൻ കൂട്ടിച്ചേർക്കും. ഇത് ഓപ്പൺ വോയിസ് അധിഷ്ഠിത ആക്സസ്, ഇന്ത്യൻ ഭാഷകളിൽ ഉള്ളടക്കം സൃഷ്ടിക്കാൻ സഹായിക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ സർക്കാർ ധനസഹായത്തോടെയുള്ള മൾട്ടി മോഡൽ LLM സംരംഭമാണ് ഭാരത് ജൻ. ഒരു ജനറേറ്റീവ് AI ആയ ഭാരത് ജൻ 2024 ഡൽഹിയിൽ ആരംഭിച്ചു. ഭാഷ, സംസാരം, കമ്പ്യൂട്ടർ ദർശനം എന്നിവയിൽ അടിസ്ഥാന മാതൃകകൾ വികസിപ്പിച്ചുകൊണ്ട് പൊതുസേവന വിതരണത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനും പൗരന്മാരുടെ ഇടപെടൽ വർദ്ധിപ്പിക്കുന്നതിനുമായി ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇന്ത്യയിലെ പ്രമുഖ അക്കാദമിക് സ്ഥാപനങ്ങളിലെ മികച്ച AI ഗവേഷകരുടെ ഒരു കൺസോർഷ്യം ഭാരത് ജനിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഭാഷകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് സർവം ഓൺ AI മോഡൽ. 2 ബില്യൺ പാരാമീറ്ററുകളുള്ള സർവം ഓൺ 10 പ്രധാന ഇന്ത്യൻ ഭാഷകളെ പിന്തുണയ്ക്കുന്നതിലൂടെ AI രംഗത്തെ നിരവധി നിർണായക വിടവുകൾ പരിഹരിക്കുന്നു. ഭാഷാ വിവർത്തനം, വാചക സംഗ്രഹം, ഉള്ളടക്ക നിർമ്മാണം തുടങ്ങി വിവിധ ആപ്ലിക്കേഷനുകളിൽ സർവം ഓൺ AI മോഡൽ വിപ്ലവം സൃഷ്ടിക്കും. AI4 വികസിപ്പിച്ചെടുത്ത ഒരു ഓപ്പൺ സോഴ്സ് വീഡിയോ ട്രാൻസ്ക്രിയേഷൻ പ്ലാറ്റ്ഫോമാണ് ചിത്രലേഖ. നൂതന AI മോഡലുകൾ ഉപയോഗിച്ച് വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഓഡിയോ ട്രാൻസ്ക്രിപ്റ്റുകൾ എളുപ്പത്തിൽ സൃഷ്ടിക്കാനും ചിത്രലേഖ ഉപയോക്താക്കളെ പ്രാപ്തരാക്കുന്നു. പ്ലാറ്റ്ഫോമിന്റെ ഓപ്പൺ സോഴ്സ് സ്വഭാവം
കമ്മ്യൂണിറ്റി സംഭാവനകളെ പ്രോത്സാഹിപ്പിക്കുകയും AI പവേർഡ് വീഡിയോ പ്രോസസ്സിൽ നവീകരണം വളർത്തുകയും ചെയ്യുന്നു. ഹിന്ദി, ബംഗാളി, തമിഴ്, തെലുങ്ക് എന്നിവയുൾപ്പെടെ വിവിധ ഇന്ത്യൻ ഭാഷകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ബഹുഭാഷ AI സംവിധാനമാണ് SML ഹനുമാന്റെ എവറസ്റ്റ് ഓൺ O. നിലവിൽ 35 ഭാഷകളെ പിന്തുണയ്ക്കുന്ന ഈ സിസ്റ്റം താമസിയാതെ അതിന്റെ ഭാഷാശേഷി 90 വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നിർമ്മിത ബുദ്ധി പഠനരംഗത്തും കാലോചിതമായ ഇടപെടലാണ് ഇന്ത്യ നടത്തുന്നത്. ഇന്ത്യ AI ഫ്യൂച്ചർ സ്കിൽസ് സംരംഭത്തിന് കീഴിൽ ബിരുദാനന്തര PhD പ്രോഗ്രാമുകളിലേക്ക് AI കോഴ്സുകൾ വ്യാപിപ്പിക്കും. കൂടാതെ NIRF റാങ്കുള്ള മികച്ച 50 ഗവേഷണ സ്ഥാപനങ്ങളിൽ AI-യിൽ ഗവേഷണം നടത്തുന്ന മുഴുവൻ സമയ PhD വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പുകൾ നൽകുന്നു. 2024 സ്റ്റാൻഫോർഡ് AI സൂചിക പ്രകാരം AI നൈപുണ്യ വ്യാപനത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ മുന്നിലാണ്. US-നെയും ജർമ്മനിയെയും മറികടന്ന് 2.8 സ്കോറുമായി ഇന്ത്യ ആഗോളതലത്തിൽ 1-ാം സ്ഥാനത്താണ്. 2016 മുതൽ AI പ്രതിഭാ കേന്ദ്രീകരണത്തിൽ രാജ്യം 263% ശ്രദ്ധേയമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. നിർമ്മിത ബുദ്ധി രംഗത്ത് ഒരു പ്രധാന ആഗോള കേന്ദ്രമായി ഇന്ത്യ ഇടം പിടിച്ചിരിക്കുകയാണ്.